ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മാനേജറിന് വേണ്ട അല്ലെങ്കിൽ ഒരു ലീഡറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവിനെ കുറിച്ചാണ്. അതെ, ഇൻഫ്ലുവൻസിങ് പവറിനെ കുറിച്ച്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ താഴെയുള്ള ആളുകളെ, റിപ്പോർട്ടീസിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും പല കാര്യങ്ങളും നടത്തിക്കാനും കഴിയും. അതാണ് എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. പല ബിസിനസ്സുകളിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മളുടെ ടീമിനെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. 7 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ മക്കളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും. എങ്ങനെയൊക്കെയാണ് 7 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി അപ്രോച്ചാണ്. നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കൊളീഗിനെ കൊണ്ട് ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ വർക്ക് ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് കഴിക്കണം എന്ന് വിചാരിക്കുക. 3 മണിക്കുള്ളിൽ തന്നെ തീർക്കേണ്ട ഒരു വർക്കാണെന്ന് വിചാരിക്കുക. കുറച്ച് ടൈറ്റായിട്ട് നല്ല ഇൻവോൾവ്മെൻറ്റ് ചെയ്താലേ 3 മണിക്കുള്ളിൽ തീർക്കാൻ സാധിക്കുകയുള്ളൂ. ആ കൊളീഗിനെ കൊണ്ട്, നിങ്ങളുടെ ടീം മെമ്പറെ കൊണ്ട് നിങ്ങൾക്കത് ചെയ്യിക്കണം. അപ്പോൾ ആദ്യം തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാം, ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു ഇമ്മീഡിയറ്റ് വർക്കാണ്, നമുക്കത് ചെയ്ത് തീർക്കാനുള്ളതാണ്, നമുക്ക് എന്നുള്ള പദപ്രയോഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് ആസ് എ ടീമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടീം മെമ്പർ പറഞ്ഞേക്കാം, അല്ല ഒരുപാട് വർക്ക് ഉള്ളതാണ് സർ, അപ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് ഓൾറെഡി വേറെ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മണിക്കുള്ളിൽ ചെയ്യാൻ സാധിക്കില്ല സർ എന്ന് മിക്കവാറും നോ എന്നുള്ള മറുപടി നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്, നിങ്ങൾക്കിത് 3 മണിക്കുള്ളിൽ ചെയ്ത് കിട്ടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ഒരു സ്റ്റൈലിലേക്ക് പോകും. ഫ്രണ്ട്ലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അതൊരു ബാർഗെയിനിങ് എന്ന് പറയുന്ന സ്റ്റൈലാണ്. ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, 3 മണിക്കുള്ളിൽ ഇത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബെനിഫിറ്റുകളുണ്ട്, ഇത് ഈ സമയത്തിനുള്ളിൽ തന്നെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അടുത്തൊരു 3 മാസത്തേക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെ ഹെഡാക്കി മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതല ഏൽപ്പിക്കാനോ ഉള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് കൂടി ബെനിഫിറ്റുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്ത് ചെറിയ രീതിയിൽ ബാർഗെയിനിങ് ചെയ്യുന്ന രീതിയിൽ ചില ഡയലോഗുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റൈൽ നന്നായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ട് പറയാം, അതിലൊരു നോ വരികയാണെങ്കിൽ അടുത്ത സ്റ്റൈലിലേക്ക് കിടക്കുക. ആ സ്റ്റൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ബാർഗെയിനിങ് സ്റ്റൈലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾക്ക് കൂടി ബെനിഫിറ്റുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അയാളുടെ നോവിനെ പതുക്കെ താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതുകൂടി പറയുന്ന സമയത്ത് അയാൾ ഒന്നുകൂടി ചിന്തിക്കും, ഉറപ്പാണ്, ആരാണെങ്കിലും. അപ്പോൾ നിങ്ങളുടെ ടീംമേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കൊളീഗ് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും, യെസ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻസിനെ കുറിച്ച് പുള്ളി ആലോചിക്കാൻ തുടങ്ങും. അയാളുടെ നോ ഒന്ന് ചെറുതായിട്ട് അയയുന്നത് കാണാം. അപ്പോൾ തന്നെ പക്ഷേ നോയിൽ നിന്ന് ആൾ മാറുന്നില്ല, അപ്പോഴും നോ തന്നെയാണ്. അങ്ങനെ നോ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നാമത്തെ നിങ്ങളുടെ സ്റ്റൈലിലേക്ക് പോവാം. മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് റീസണിങ് ആണ്. അതായത് കൃത്യമായ കാരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെയ്തേ പറ്റൂ, കാരണം മാനേജ്മെൻറ്റും ആവശ്യപ്പെടുന്നത് നമ്മളോട് ഇത് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല കൃത്യമായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന ബെനിഫിറ്റുകളുണ്ട്, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂടുതലാണ്, ഇനി ഇവരുടെ നിന്ന് കിട്ടാൻ പോകുന്ന വർക്കുകളുടെയും പ്രോഫിറ്റ് മാർജിൻ വളരെ കൂടുതലാണ് എന്നൊക്കെ പറയുന്ന കൃത്യമായ റീസണുകൾ കൂടി കൊടുക്കുക. അപ്പോൾ ബാർഗെയിനിങ്ങും റീസണിങ്ങും ഏകദേശം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റൈലുകളാണ്. ചില സ്ഥലങ്ങളിൽ ബാർഗെയിനിങ് മാത്രം മതിയായിരിക്കും, ചില സ്ഥലങ്ങളിൽ ബാർഗെയിനിങ് ഒഴിവാക്കി നേരിട്ട് റീസണിങ്ങിലേക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബാർഗെയിനിങ്ങിലേക്ക് പോവുക, മൂന്നാമത്തെ സ്റ്റെപ്പിൽ റീസണിങ്ങിലേക്ക് പോവുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലും റീസണിങ് ഒക്കെ പറയുമ്പോഴും പുള്ളി അത്രയ്ക്ക് അങ്ങോട്ട് ആ നോയിൽ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ അസർട്ടീവ് ആവുക എന്നുള്ളതാണ്. നിങ്ങളൊരു മാനേജറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്, നിങ്ങൾക്ക് അസർട്ടീവ് ആവാനുള്ള കഴിവുണ്ട്. എന്താ അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ ചില ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ല നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ടോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ ഒന്ന് കമാൻഡാണെന്ന് തോന്നാൻ പാടില്ല, എന്നാൽ വളരെ അസേർട്ടീവാണ്, നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് ആ ഒരു നിലപാടിൽ എന്നുള്ളത് അയാളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ ആ ഒരു സെൻസിൽ അത് എടുക്കില്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മാത്രമല്ല ബാർഗെയിൻ ചെയ്യുമ്പോഴും റീസണിങ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്കതിനുള്ളൊരു അതോറിറ്റി ഉണ്ട് എന്നുള്ള കാര്യവും ചിലപ്പോൾ അവർ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താവാം, നിങ്ങളുടെ അതോറിറ്റി ചെറുതായി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക്
അസർട്ടീവ് ആവാം. അസർട്ടീവ് ആവുന്ന സമയത്ത് ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു സീരിയസ്നെസ് അയാൾക്ക് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ബാർഗെയിനിങ്ങും റീസണിങ്ങും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ യെസ് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അയാൾ പറയും, ഞാൻ നോക്കാം സാർ, കാരണം ബാക്കിയുള്ളതൊക്കെ പെൻഡിങ് ആവും, എങ്കിലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്ക് തൽക്കാലം ഇന്ന് ലഞ്ച് എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം, അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറയാനുള്ള സാധ്യതകളുണ്ട്. സാധാരണഗതിയിൽ ഈ പറയുന്ന അസർട്ടീവ് എന്ന് പറയുന്ന ലെവലിൽ എത്തുമ്പോഴേക്കും ആളുകൾ യെസ് പറഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത. മിക്കവാറും എല്ലാ സിറ്റുവേഷൻസിലും ഈ പറയുന്ന മെത്തഡോളജി ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അസർട്ടീവ്നെസ്സിൽ ഒരാൾ പറയുന്നില്ല, നമ്മുടെ അസർട്ടീവ്നെസ് കഴിഞ്ഞിട്ടും ഒരാൾ പറയുന്നില്ലെങ്കിൽ അടുത്തൊരു സാധ്യത ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരിക അതിനകത്ത് എന്നുള്ളതാണ്. എന്താണ് റെക്കമെൻഡേഷൻ? ഒരു ഹയർ അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മാനേജറാണ്, ഞാനിത് പറയുന്നത് എൻ്റെ ഒരു ടീം മെമ്പറോടാണ്, എനിക്ക് വേണമെങ്കിൽ പറയാം കമ്പനിയുടെ CEO ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വേറൊരു ഹയർ അതോറിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ഉപയോഗിക്കലാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്. പലപ്പോഴും വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ ഏറ്റവും അധികം അതോറിറ്റിയുള്ള ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ മക്കളെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. ഇത് ഈ പറയുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഇതൊന്നും നടന്നില്ല എന്ന് വിചാരിക്കുക, ഇതൊക്കെ പറഞ്ഞിട്ടും നടന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. ഒന്ന്, നമ്മളുടെ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥ വിവരിച്ച് കാണിക്കുക, വേണമെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റുക എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം അവരോട് ചെറിയ രീതിയിൽ. നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ്, നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, കാരണം ഈ അവസ്ഥയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി, പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ടി നീ എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി അയാളുടെ ആ ഒരു ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യുകയാണ്. അവിടെയാണ് ഒരു 6ാമത്തെ സ്റ്റെപ്പൊക്കെ ആകുമ്പോഴേ നമ്മൾ സിമ്പതി ഉപയോഗിക്കാൻ പാടുള്ളൂ. പലപ്പോഴും ആളുകൾ നേരിട്ട് ഈ സ്റ്റെപ്പിലേക്കൊക്കെ വരും, അതാണ് പ്രശ്നമുള്ളത്. ഏറ്റവും അവസാനം മാത്രം, വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ പല ആളുകളും നേരിട്ട് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നത് കാണാം. ഏറ്റവും അവസാനം മാത്രം ഉപയോഗിക്കാവുന്ന ഇൻഫ്ലുവൻസിങ് സ്റ്റൈലിനെയാണ് ത്രെട്ട് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ചെറിയ ഒരു ഭീഷണി ഇടാം, മോശമായിട്ടുള്ള രീതിയിലുള്ള ഭീഷണിയല്ല. വേണമെങ്കിൽ പറയാം, ഇത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ രണ്ടുപേരുടെയും ജോലി വരെ പോയേക്കാം, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. ഭീഷണി അല്ലാതെ അവനെ പേഴ്സണലായിട്ട് ഭീഷണിപ്പെടുത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ജോലിക്ക് വരെ പ്രശ്നം സംഭവിച്ചേക്കാം, അതുകൊണ്ട് നമുക്കിത് ചെയ്തെടുത്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയാലേ ചില ആളുകൾ യെസ്സിലേക്ക് വരികയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു സിറ്റുവേഷനെയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനെയും യെസ് എന്ന് പറയിപ്പിക്കാൻ ഈ 7 സ്റ്റെപ്പ് പ്രോസസ്സ് കൊണ്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതിൽ ഏത് സ്റ്റെപ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള രീതി മാത്രം നമ്മളൊന്ന് ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ഒരു യെസ് പറയിപ്പിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിക്കണോ? എളുപ്പമാണ്. ഈ 7 സ്റ്റെപ്പുകൾ കൃത്യമായി പ്ലാൻ ചെയ്യുക, ഏതൊക്കെ സ്റ്റെപ്പിൽ എന്തൊക്കെ പറയണമെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക, അതിനുശേഷം മാത്രം അവരോട് സംസാരിക്കാൻ ആരംഭിക്കുക. യാതൊരു സംശയവും വേണ്ട, അവരുടെ ഭാഗത്തുനിന്ന് നോ ആയിക്കൊള്ളട്ടെ, ആ നോ പതിയെ യെസ് ആയി മാറുന്നത് കാണാം. ഓൾ ദ ബെസ്റ്റ്.